ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൗരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ ഇന്നലെയുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൗരന്മാരടക്കം 750-ലധികം പേരെ കാണാതായതായാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിക്കുകയും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നേപ്പാൾ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ടിബറ്റ് മേഖലയിലെ ഭൂചലനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു. പ്രധാനപ്പെട്ട പാലങ്ങളും റോഡുകളും അടക്കം ഒഴുകിപ്പോവുകയും 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഭോട്ടേക്കോസി നദിയിലുണ്ടായ പ്രളയം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ ബാധിച്ചു. കാണാതായ ഇന്ത്യക്കാരിൽ 50ഓളം പേർ കൈലാസ് മാനസരോവർ യാത്രയ്ക്കെത്തിയവരാണ്. US, മലേഷ്യ, UK, ദക്ഷിണാഫ്രിക്ക തുടങ്ങി 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നേപ്പാളിൽ കാണാതായിട്ടുണ്ട്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര സഹായ നമ്പറുകൾ ഏർപ്പെടുത്തി. 977985 1316807, 9770909110 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ടോൾ ഫ്രീ എമർജൻസി നമ്പർ 1234, ഹോട്ട്ലൈൻ 1144, ടൂറിസ്റ്റ് പോലീസ് നമ്പർ 9851289445 എന്നിവയിലും വിളിക്കാവുന്നതാണ്. ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസിയും 00818514284905 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ അറിയിച്ചു. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് ഇന്ത്യ 10 ടൺ വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും അയച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. അതിനിടെ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനർനിർമ്മാണം എന്നിവയ്ക്കായി നേപ്പാളിന് ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിലെ സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവരങ്ങൾ അറിയാൻ 9447111844, 9747132147 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-3939യിലും വിളിക്കാവുന്നതാണ്. നേപ്പാളിൽ കുടുങ്ങിയ ഉത്തർപ്രദേശ് സ്വദേശികൾക്കായി UP സർക്കാർ 1070 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മഹാരാജ്ഗഞ്ച്, കുശിനഗർ ജില്ലകളിൽ ജാഗ്രത ശക്തമാക്കി. ഗണ്ഡക്, നാരായണി നദികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിക്കാനും പൂർണ്ണ സജ്ജരായിരിക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 2 കോളേജുകൾ വീതം കേന്ദ്രീകരിച്ച് യുവാക്കൾ ഇതിന്റെ ഭാഗമാകും. കായികം, യുവനേതൃത്വം, പൗരബോധം, സന്നദ്ധ സേവനം, ലഹരിമുക്ത യുവത്വം എന്നിവയെ സമഗ്രമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള യുവ സംവാദ് പരിപാടിയും നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അമ്രേലി ജില്ലയിലെ ദുധാലയിൽ
ഹരികൃഷ്ണ ഫൗണ്ടേഷൻ ഒരുക്കിയ ഹെച്ച്നി ഹവേലി തടാകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ 72ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രി അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഒരുക്കങ്ങളും വിലയിരുത്തും. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യയും ചൈനയും ആവർത്തിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 25ാമത് യോഗം ഇന്നലെ ബീജിംഗിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നലെ തിരുവോണം ആഘോഷിച്ചു. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓണം ടൂറിസം വാരാഘോഷങ്ങൾ തുടരുകയാണ്. ചതയദിനമായ നാളെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിന സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടം ഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സ്റ്റാർട്ടപ്പ് വട്ടമേശ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീപ് ടെക് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ലക്ഷ്യമിടുന്ന $1 ബില്യൺ ഫണ്ടിലേക്ക് ജാപ്പനീസ് നിക്ഷേപകരെ ശ്രീ ഗോയൽ സ്വാഗതം ചെയ്തു. India, with the world's third largest startup ecosystem, our startup numbers have increased dramatically from just about 400-500 10 years ago to nearly 250,000 today. A young man or woman in India today, they are job creators. We have nearly 130 plus unicorns, several hundred sunicorns, and all these young men and women make India proud. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ സെമി ഫൈനൽ യോഗ്യത നേടി ഇന്ത്യയുടെ വീർ ചോത്രാണിയും വേലവൻ സെന്തിൽകുമാറും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെമി പോരാട്ടത്തിൽ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. US-ലേക്കുള്ള എല്ലാ കുടിയേറ്റ വിസ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെച്ച് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ പൗരന്മാർക്കായുള്ള പൊതു ആനുകൂല്യങ്ങളെ അനാവശ്യമായി ആശ്രയിക്കാൻ സാധ്യതയുള്ള അപേക്ഷകരെ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. H-1B വിസ അപേക്ഷകൾക്ക് ഭീമമായ ഫീസ് ഏർപ്പെടുത്താനും ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൗരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം 2ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.